പകിട്ടാർന്ന പൂക്കളും പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളും മിഴിവേകുന്ന ഈ ഓണക്കാലത്ത് ഓണത്തപ്പനെ വരവേൽക്കാൻ ചെറിയ ചെറിയ കുസൃതികളും ഒട്ടേറെ വിശേഷങ്ങളുമൊക്കെയായി ആർപ്പുവിളികളോടെ ലണ്ടൻ മലയാളം റേഡിയോയും നിങ്ങൾക്കൊപ്പം ചേരുകയാണ്. മാവേലി ലണ്ടനിൽ ഈ സീൻ കുറച്ച് വെറൈറ്റിയാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഓണനാളുകളിൽ മഞ്ഞിന്റെ നൈർമല്യമുള്ള നോക്കത്താ ദൂരത്തു നിന്നും തുമ്പയും തൊടികളും ഓണനിലാവും ഒക്കെ മിഴിവേകുന്ന മലയാളക്കരയിലേക്ക് ഓണം ആഘോഷിക്കുവാൻ ഞങ്ങളും എത്തുകയായി. ഞാൻ RJ കാവ്യ. പൊന്നിൻ ചിങ്ങത്തിലെ ഈ ഓണം സമ്പൽ സമൃദ്ധിയും സർവൈശ്വര്യങ്ങളും നന്മ നിറഞ്ഞതുമാകട്ടെ. ഈ ഓണനാളുകളിൽ എലമാറിന്റെ സ്പെഷ്യൽ പ്രോഗ്രാമുകളിലൂടെ ഞാനും ഉണ്ടാകും നിങ്ങളോടൊപ്പം. ഞാൻ RJ ശ്രീ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ ഈ ഓണം ലണ്ടൻ മലയാളം റേഡിയോയ്ക്കൊപ്പം. ഞാനുമുണ്ടാവും സിനിമാ കഫയിലൂടെ ഓണനാളിൽ നിങ്ങളോടൊപ്പം. ആശംസകളിലെ കുറുമ്പിനും കുസൃതിക്കും മാറ്റുകൂട്ടാൻ ഒരു പൂക്കാലം കൂടി വന്നു കഴിഞ്ഞു. മനസ്സ് നിറയെ ആരവവും ആർപ്പുവിളികളോടും കൂടി ഈ ഓണക്കാലം ഒരു ആഘോഷമാക്കാൻ ഞാനുണ്ടാവും നിങ്ങളോടൊപ്പം ആശംസനുമായി. ഈ ഓണത്തിന് നാവിൽ വെള്ളം മൂടുന്ന നല്ലൊരു വിഭവമാണ് നിങ്ങൾക്കായി ഒരുക്കുന്നത്. രുചിക്കൂട്ട്. ഇത് ഓണത്തിന് വേണ്ടിയുള്ള ഒരു സ്പെഷ്യൽ പ്രോഗ്രാമാണ്. ഇതാണ് എന്റെ വക എല്ലാവർക്കും ഓണത്തിന്റെ സ്പെഷ്യൽ. ലണ്ടൻ മലയാളം റേഡിയോയിലൂടെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ നേരുന്നു ഞാൻ RJ അനു. ഈ ഓണത്തിന് ഞങ്ങളും എത്തുന്നു രസകരമായ വിശേഷങ്ങളും മനോഹരങ്ങളായ ഗാനങ്ങളുമായി. നിങ്ങളുടെ സ്വന്തം കോക്ടെയിലിൽ RJ റിഹാൻ, RJ ജാനകി. എല്ലാവർക്കും ഓണാശംസകൾ. ഈ ഓണക്കാലത്ത് ലണ്ടൻ മലയാളം റേഡിയോയിൽ ഞാനും ഉണ്ടാകും നിങ്ങളുടെ സ്വന്തം RJ മീനു അത്ഭുത ദീപമായി. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും ലണ്ടൻ മലയാളം റേഡിയോയുടെ ഓണാശംസകൾ. തുമ്പികളും തുമ്പപ്പൂക്കളും ഇല്ലാതെ എന്തോണം. ഓണവിശേഷങ്ങൾ പങ്കുവെക്കാൻ LMR ഇത്തവണ ഓണത്തുമ്പികളായി ഞങ്ങളും. We are the Satyan Sisters. ഞാൻ സൂര്യ. ഞാൻ സാരംഗി. ലണ്ടൻ മലയാളം റേഡിയോ ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം മോനി. തുമ്പയും തുളസിയും മുക്കുത്തിപ്പൂവും കൊണ്ട് പകിട്ടാർന്ന പൂക്കളങ്ങളും പാറിപ്പറക്കുന്ന ചിത്രശലഭങ്ങളും മിഴിവേകുന്ന ചിങ്ങമാസത്തിലെ ഈ പൊന്നോണത്തെ നമുക്ക് വരവേൽക്കാം. ആ പഴയകാല ഓർമ്മകൾ ഒരു ഉത്സവമാക്കി മാറ്റാൻ ഞാനും എത്തുന്നു നിങ്ങളോടൊപ്പം ബട്ടർഫ്ലൈസിലൂടെ. എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും സ്വന്തം RJ കണ്ണൻ രാമചന്ദ്രൻ. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും ഈ ഓണനാളുകളിൽ ഞാനും ഉണ്ടാകും നല്ല ഓണത്തിന്റെ ഓർമ്മകളുമായി നിങ്ങളോടൊപ്പം നമ്മളുടെ സ്വന്തം ലണ്ടൻ മലയാളം റേഡിയോയിൽ. നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. മാന്യ ശ്രോതാക്കൾക്ക് ഓണവിശേഷങ്ങൾ പങ്കുവെക്കുവാനും ഓണത്തെ പറ്റിയുള്ള കത്തുകൾ അയക്കുവാനും അമ്മിണിക്കുട്ടിയോട് സംസാരിക്കുവാനും അവസരം ഒരുക്കിക്കൊണ്ട് നിങ്ങളോടൊപ്പം പൊന്നൂഞ്ഞാലിലേറി ഒരു കൊട്ട പോസ്റ്റുമായി നിങ്ങളുടെ സ്വന്തം RJ സ്മിത. എല്ലാവർക്കും നമസ്കാരം ടിട്ടകടിയോള്. നമ്മുടെ ലണ്ടൻ മലയാള റേഡിയോയിലൂടെ ഞങ്ങൾ ഈ ഓണത്തിന് അങ്ങോട്ട് വരുന്നുണ്ട്. ഒരു അടിപൊളി പ്രോഗ്രാം ആയിട്ടാണ് അങ്ങോട്ട് വരുന്നത്. അതെന്തുട്ട അടിപൊളി പ്രോഗ്രാം. നമ്മുടെ കലാപൊമ്മണിച്ചേട്ടന്റെ കുറച്ച് നാടൻ പാട്ടുകളും ഒരുപാട് വിശേഷങ്ങളായിട്ടാണ് വരുന്നത്. അപ്പൊ കേൾക്കാൻ മറക്കണ്ട ടികളെ. ഡേവിസ് ചുങ്കത്തും സന്തോഷ് കുമാറും കൂടി ഇതാ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന ഒരു ഓണവിരുന്ന്. എന്നാ പിന്നെ തുടങ്ങല്ലേ. പോയ കാലത്തെ ഓണസ്മരണകൾ അയവിറക്കിയും ഇന്നത്തെ ഓണം മധുരം നുണഞ്ഞ് വരവേറ്റും വരും കാലത്തിലെ ഓണം പ്രതീക്ഷയോടെ ഉറ്റുനോക്കിയും നമുക്ക് ഈ ഓണാഘോഷങ്ങൾക്ക് തിരികൊളുത്താം. അപ്പോൾ കേൾക്കാൻ മറക്കരുത് ഓണം സ്പെഷ്യൽ പ്രോഗ്രാംസ് ഓൺ ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ഞാൻ നിങ്ങളുടെ സ്വന്തം അനൂപ് മേനൻ. ലണ്ടൻ മലയാളം റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. This program is sponsored by Soyam Properties, East Ham, London. ലണ്ടൻ മലയാളം റേഡിയോയുടെ എല്ലാ കേൾവിക്കാർക്കും ഞങ്ങൾ ഓണത്തുമ്പികളുടെ ഹൃദയം നിറഞ്ഞ തിരുവോണാശംസകൾ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ഇത് സാരംഗി. ഞാൻ സൂര്യ. We are the Satyan Sisters. എല്ലാവർക്കും അറിയാം ഓണം ഒരു ഉത്സവമാണെന്ന്. ഒരുമയുടെ ഉത്സവം അല്ലേ? അതെ, പഴയകാല ഓർമ്മകളിൽ നിറഞ്ഞു നിന്നൊരു കാലം. തന്റെ ജനങ്ങളെ തുല്യരായി കണ്ട ഒരു ചക്രവർത്തിയുടെ
സദ്ഭരണത്തിന്റെ ആ കാലം. ഞങ്ങളുടെ ഓണം കൂടുതലും ബ്രിട്ടീഷ് മണ്ണിലാണ്. അതുകൊണ്ട് തന്നെ ഓണത്തപ്പനും ഊഞ്ഞാലാട്ടവും തുമ്പിത്തുള്ളിലും കടവാക്കാളിയും ഒക്കെ ഞങ്ങൾക്ക് പറഞ്ഞ അറിവുകളാണ്. അച്ഛൻ പറഞ്ഞു തരാറുള്ള കഥകളും അമ്മയുണ്ടാക്കുന്ന സദ്യയും സർഗം സ്റ്റീവനേജിന്റെ ഓണാഘോഷ പരിപാടികളും അതാണ് ഞങ്ങളുടെ ഓണം. ചേച്ചി മറന്നോ പ്രവാസി മലയാളികളായ നമ്മുടെ ഓണം? ഇതൊക്കെ അല്ലാതെ പിന്നെ എന്താവാനാ? ഒരു കണക്കിന് അതും ശരിയാ. കേട്ടറിഞ്ഞ കഥകളിലെ പൂമ്പാറ്റകളും പൂത്തുമ്പികളും നാവിൽ നിറയെ തേനുമായി നമ്മുടെ തിരുമുറ്റത്തും വരികയായി. തിരുവോണ നാളിലെ മുറ്റത്ത് പൊന്നൂഞ്ഞാലാടുന്ന നേരത്ത് മന്ദാരപ്പൂവും തേനും കൊണ്ട് പുന്നാരത്തുമ്പി വന്നീ. തിരുവോണ നാളിലെ മുറ്റത്ത് പൊന്നൂഞ്ഞാലാടുന്ന നേരത്ത് മന്ദാരപ്പൂവും തേനും കൊണ്ട് പുന്നാരത്തുമ്പി വന്നീ. നല്ലോണപ്പാട്ടിന്റെ താളത്തിൽ ചാഞ്ചാടി കതിരോലത്തുമ്പിന്മേലൂയലാടി. നല്ലോണപ്പാട്ടിന്റെ താളത്തിൽ ചാഞ്ചാടി കതിരോലത്തുമ്പിന്മേലൂയലാടി. പാറിപ്പാറക്കും പൈങ്കിളി കുയിലമ്മ കൂട്ടിന കൂടെയുണ്ടോ? ഈണത്തിൽ ശ്രുതിമീട്ടി പാടുന്നുണ്ടോ? തിരുവോണ നാളിലെ മുറ്റത്ത് പൊന്നൂഞ്ഞാലാടുന്ന നേരത്ത് മന്ദാരപ്പൂവും തേനും കൊണ്ട് പുന്നാരത്തുമ്പി വന്നീ. പൊന്നാമ്പൽ പുഴയിൽ മുങ്ങിക്കുളിച്ച് പൊന്നോണപ്പുടവ ഞൊറിഞ്ഞുടുത്ത്. പൊന്നാമ്പൽ പുഴയിൽ മുങ്ങിക്കുളിച്ച് പൊന്നോണപ്പുടവ ഞൊറിഞ്ഞുടുത്ത്. ഒരു വട്ടിപ്പൂവും കൊണ്ടീ വഴി വരുമോ? നടുമുറ്റത്തൊരു വട്ടപ്പൂക്കളമെഴുതാൻ മാവേലി തമ്പ്രാനെ വരവേറ്റിടാൻ. തിരുവോണ നാളിലെ മുറ്റത്ത് പൊന്നൂഞ്ഞാലാടുന്ന നേരത്ത് മന്ദാരപ്പൂവും തേനും കൊണ്ട് പുന്നാരത്തുമ്പി വന്നീ. തിരുവോണ നാളിലെ മുറ്റത്ത് പൊന്നൂഞ്ഞാലാടുന്ന നേരത്ത് മന്ദാരപ്പൂവും തേനും കൊണ്ട് പുന്നാരത്തുമ്പി വന്നീ. പുന്നാരത്തുമ്പി വന്നീ. പുന്നാരത്തുമ്പി വന്നീ. MG ഓൺലൈൻ ട്യൂഷൻ. MG ഓൺലൈൻ ട്യൂഷൻ. ഇംഗ്ലണ്ടിലെ മലയാളികളുടെ കുട്ടികൾക്ക് ഒരു വർഷം കൊണ്ട് മലയാളം പഠിക്കുവാൻ MG ഓൺലൈൻ ട്യൂഷൻ അവസരമൊരുക്കുന്നു. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകർ ഓൺലൈൻ ട്യൂഷൻ വഴി മിതമായ നിരക്കിൽ ഉത്തരവാദിത്വത്തോടുകൂടി കുട്ടികളെ പഠിപ്പിക്കുന്നു. ഇംഗ്ലീഷ്, മാത്തമാറ്റിക്സ്, മലയാളം, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, ഹിന്ദി, ക്ലാസിക്കൽ മ്യൂസിക്, ക്ലാസിക്കൽ ഡാൻസ് എന്നീ വിഷയങ്ങൾക്ക് പുറമെ സ്റ്റഡി മെറ്റീരിയൽസും വർക്ക് ബുക്കും എത്തിച്ചു കൊടുക്കുന്നു. വിശദ വിവരങ്ങൾക്ക് MG ഓൺലൈൻ ട്യൂഷൻ 14 വിൻഡ്രം ക്ലോസ്, ഹോഷം, വെസ്റ്റ് സസെക്സ്, UK. ഫോൺ 0044 140 3242 771. മൊബൈൽ
00447479955824. MG ഓൺലൈൻ ട്യൂഷൻ. MG ഓൺലൈൻ ട്യൂഷൻ. UAE എക്സ്ചേഞ്ച്. നിങ്ങൾ അറിഞ്ഞോ UAE എക്സ്ചേഞ്ചിലൂടെ കൈനിറയെ സമ്മാനം നേടാം. എങ്ങനെ? UAE എക്സ്ചേഞ്ച് വഴി പണം ട്രാൻസ്ഫർ ചെയ്യുന്നവർക്ക് ഇനി സ്വർണ്ണ നാണയമാണ് സമ്മാനമായി കിട്ടാൻ പോകുന്നത്. ഫോറിൻ കറൻസി, മണി ട്രാൻസ്ഫർ, ഗോൾഡ് ലോൺ തുടങ്ങിയവയിലൂടെ എല്ലാ ആഴ്ചയിലും ഓരോ ഭാഗ്യശാലിക്കും സമ്മാനം നേടാം. കൂടാതെ ഒക്ടോബർ 3 നടക്കുന്ന നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കപ്പെടുന്ന ഭാഗ്യശാലിക്ക് 1 ഔൺസ് ഗോൾഡ് ബാർ സമ്മാനമായി ലഭിക്കുന്നു. കൊള്ളാലോ ഈ സംഭവം. UAE എക്സ്ചേഞ്ച് അല്ലേ, അപ്പൊ വിശ്വസിക്കാം. ഈ ആനുകൂല്യം സെപ്റ്റംബർ 30 വരെ മാത്രം. UAE എക്സ്ചേഞ്ച്. We guarantee best exchange rate for high value transfer to Kerala. UAE എക്സ്ചേഞ്ച്. ഫോൺ 0208907884 or visit money2anywhere.com. UAE എക്സ്ചേഞ്ച്. UAE എക്സ്ചേഞ്ച്. ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ബിജു നാരായണൻ. ലണ്ടൻ മലയാളം റേഡിയോയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഈ ഓണത്തിന് നമ്മളോടൊപ്പം ഓണവിശേഷങ്ങളുമായി കേരളത്തിന്റെ പല ജില്ലകളിൽ നിന്നും ഇവിടെ UK-യിൽ കുടിയേറിയ മലയാളികളുടെ കുട്ടികൾ എത്തുന്നു. സ്റ്റീവനേജിലെ ലിസ്റ്റർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള ജസ്റ്റിൻ അഗസ്റ്റിൻ, ബിന്ദു ജസ്റ്റിൻ ദമ്പതികളുടെ മകളായ ക്രിസി ജസ്റ്റിനും എറണാകുളം ജില്ലയിൽ നിന്നുമെത്തി സ്റ്റീവനേജിലെ ലിസ്റ്റർ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ദമ്പതികളായ സജീവ് ദിവാകരൻ, സരോജൻ സജീവ് എന്നിവരുടെ മകളായ അനീറ്റ സജീവും കോട്ടയം ജില്ലയിൽ നിന്നുമുള്ള ലൂട്ടനന്റ് കോൺസ്റ്റബിൾ ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുന്ന ബാബു മാത്യു, സിന്തോൾ ബാബു എന്നിവരുടെ മകളായ ക്രിസ്റ്റ്യൻ മാത്യുവുമാണ് തങ്ങളുടെ ഓണവിശേഷങ്ങൾ പങ്കിടുന്നത്. ക്രിസി, ഓണമൊക്കെയല്ലേ, വീട്ടിൽ പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യുമോ? അങ്ങനെ പ്രത്യേകിച്ചൊന്നും ചെയ്യാറില്ല. പിന്നെ വീട്ടിൽ പപ്പയും മമ്മിയും ഓഫ് എടുക്കും. ആഹാരമൊക്കെ ഉണ്ടാക്കി എല്ലാരും ഒന്നിച്ചിരുന്ന് കഴിക്കും. ക്രിസിക്ക് മറ്റാഘോഷങ്ങളെക്കാൾ ഓണത്തിനോട് എന്താണ് ഇഷ്ടം? ഓണത്തിന് ഒത്തിരി കറികളില്ലേ, പിന്നെ എലിയിലല്ലേ നമ്മൾ കഴിക്കുന്നത്. എലിയൽ കഴിക്കാൻ നല്ല രസമല്ലേ. ഓണത്തിനാവുമ്പോ പായസം ഉണ്ടല്ലോ, എനിക്ക് പായസം ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾക്കും ഇഷ്ടമല്ലേ? ഇവിടെ അല്ലാതെ വേറെ എവിടെയെങ്കിലും ക്രിസി ഓണം കൂടിയിട്ടുണ്ടോ? ഇല്ലില്ല, ഞാൻ ഇവിടെ മാത്രമേ കൂടിയിട്ടുള്ളൂ. നാട്ടിൽ ഓണം കൂടണമെന്നില്ലേ? എനിക്ക് ഒരു പ്രാവശ്യമെങ്കിലും നാട്ടിൽ ഓണം കൂടാൻ ആഗ്രഹമുണ്ട്. അവിടെയാണെങ്കിൽ പപ്പയുടെ മമ്മയുടെ വീട്ടുകാരും കസിൻസ് എല്ലാവരും കൂടെ നല്ല രസമായിരുന്നു. ഓണനിലാവത്തെ പൊന്നോണപ്പൂക്കളിൽ കാണുന്നു ഞാൻ എന്റെ ബാല്യകാലം. പൂവെ പൊലിയാക്കുന്ന സുപ്രഭാതങ്ങളിൽ പൂവിളി കേൾക്കുന്ന സ്നേഹബാല്യം. ഓണനിലാവത്ത് പൊന്നോണപ്പൂക്കളിൽ കാണുന്നു ഞാൻ എന്റെ ബാല്യകാലം. പൂവെ പൊലിയാർക്കുന്ന സുപ്രഭാതങ്ങളിൽ പൂവിളി കേൾക്കുന്ന സ്നേഹബാല്യം. ഓണനിലാവത്തെ പൊന്നോണപ്പൂക്കളിൽ കാണുന്നു ഞാൻ എന്റെ ബാല്യകാലം. പൂവായ പൂവെല്ലാം വഴിനീളടർത്തിയൻ പൂക്കളം വിഴിവാർന്നു മുറ്റത്ത് വിരിയവേ പ്രായം മറന്നാടും മംഗനമാരുടെ പ്രണയാദ്ര പാവത്തിൻ തിരുവാതിര. പൂവായ പൂവെല്ലാം വഴിനീളടർത്തിയൻ പൂക്കളം വിഴിവാർന്നു മുറ്റത്ത് വിരിയവേ പ്രായം മറന്നാടും മംഗനമാരുടെ പ്രണയാദ്ര പാവത്തിൻ തിരുവാതിര. ഓണത്തുമ്പികൾ തൊടിയിലെ വേലിയിൽ ഓടിക്കളിക്കുന്ന ഓണക്കാലം. ഓണത്തപ്പന്റെ പൊന്നോണ നിലാമുറ്റത്തോണക്കളികൾ തൻ കൂടിയാട്ടം. മലയാള മനതാരിൽ വിരിയുന്ന തീരത്തെ മണിവീണ വീട്ടുമെൻ മണ്ടിത മഞ്ചേരി. ഓണം വിരുന്നെത്തും ഓലപ്പുരയിലെ ഓർമ്മ വിടർത്തും ഈ ഓണ നിലാവുകൾ. പൂവായ പൂവെല്ലാം വഴിനീളടർത്തിയൻ പൂക്കളം വിഴിവാർന്നു മുറ്റത്ത് വിരിയവേ പ്രായം മറന്നാടും മംഗനമാരുടെ പ്രണയാദ്ര പാവത്തിൻ തിരുവാതിര.
ഓണത്തുമ്പിക്ക് വെള്ളാരം കല്ലേകും ഓണരസം മാവേലി തമ്പുരാനാമോദമേകുവൻ മുറ്റന്നു കൂട്ടിയ സദ്യവട്ടം ആയത്തി ഉയരത്തിൽ ആറാടി തീർക്കുമ്പോൾ ആഹ്ലാദമേകും വാമന വേഷങ്ങൾ പൂവാലിയേകിയ പീയൂഷമോർക്കുമ്പോൾ പീലി വീണർത്തുമെന്നോണമയൂരങ്ങൾ പൂവായ പൂവെല്ലാം വഴിനീളടർത്തിയൻ പൂക്കളം മിഴിവാർന്നു മുറ്റത്ത് വിരിയവേ പ്രായം മറന്നാടും മങ്കനമാരുടെ പ്രണയാർദ്ര പാവത്തിൻ തിരുവാതിര പൂവായ പൂവെല്ലാം വഴിനീളടർത്തിയൻ പൂക്കളം മിഴിവാർന്നു മുറ്റത്ത് വിരിയവേ പ്രായം മറന്നാടും മങ്കനമാരുടെ പ്രണയാർദ്ര പാവത്തിൻ തിരുവാതിര ഓണനിലാവത്ത് പൊന്നോണപ്പൂക്കളിൽ കാണുന്നു ഞാനെന്റെ ബാല്യകാലം പൂവെ പൊലിയാർക്കുന്ന സുപ്രഭാതങ്ങളിൽ പൂവിളി കേൾക്കുന്ന സ്നേഹബാല്യം ഓണനിലാവത്ത് പൊന്നോണപ്പൂക്കളിൽ കാണുന്നു ഞാൻ എന്റെ ബാല്യകാലം പൂവെ പൊലിയാർക്കുന്ന സുപ്രഭാതങ്ങളിൽ പൂവിളി കേൾക്കുന്ന സ്നേഹബാല്യം ഓണനിലാവത്ത് പൊന്നോണപ്പൂക്കളിൽ കാണുന്നു ഞാൻ എന്റെ ബാല്യകാലം. എടാ വിജയ, എന്താടാ ദാസ? എടാ നമ്മുടെ ഈ ലോകത്ത് എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങള്? മനുഷ്യരോമം കൊണ്ട് കുപ്പായം, പ്രേതങ്ങളുടെ ടൂറിസ്റ്റ് സ്പോട്ട്, 192 കിലോയുള്ള 10 വയസ്സുകാരൻ. ഭയങ്കരം തന്നെ. അല്ല വിജയ, ഇതൊക്കെ നീ എവിടെന്നാ കേട്ടത്? എടാ നിനക്കറിയില്ലേ, നമ്മുടെ ലണ്ടൻ മലയാളം റേഡിയോ. അതെ, ലണ്ടൻ മലയാളം റേഡിയോയിൽ അത്ഭുത ദ്വീപിലേക്ക് നിങ്ങളെ ക്ഷണിക്കുന്നു RJ മീനു. ഇതുവരെ കേൾക്കാത്ത കൗതുക വിശേഷങ്ങളുടെ ലോകവുമായി അത്ഭുത ദ്വീപ് എല്ലാ ദിവസവും നിങ്ങളുടെ സ്വന്തം ലണ്ടൻ മലയാളം റേഡിയോയിൽ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. എടാ വിജയ, എന്നാലും നമുക്കെന്താ ഈ റേഡിയോ നേരത്തെ ട്യൂൺ ചെയ്യാൻ തോന്നാഞ്ഞേ? എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട് ദാസ. ഞാൻ നിങ്ങളുടെ സ്വന്തം അനൂപ് മേനൻ. ലണ്ടൻ മലയാളം റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. This program is sponsored by Soyam Properties, East Ham, London. ഇനി നമ്മളോട് ഓണവിശേഷങ്ങൾ പങ്കുവെക്കുന്നത് ഞങ്ങളുടെ കസിനായ ക്രിസ്റ്റീൻ മാത്യു ആണ്. ഹായ് ക്രിസ്റ്റീൻ ചേച്ചി, ലോങ് ടൈം നോ സീ. ഹായ് സൂര്യ, ഹായ് സാരു. ഹായ്. ക്രിസ്റ്റീൻ ഈ വർഷം നാട്ടിൽ പോയില്ലായിരുന്നോ? പോയിരുന്നു. യാത്രയൊക്കെ എങ്ങനെയുണ്ടായിരുന്നു? യാത്ര നന്നായിരുന്നു. നാട്ടിൽ പോകാൻ പ്രത്യേക കാരണമുണ്ടായിരുന്നോ, അല്ലെങ്കിൽ ഹോളിഡേ ആയിട്ട് പോയതാണോ? കാരണം ഉണ്ടായിരുന്നു. എന്റെ അനിയത്തിയുടെ ആദ്യ കുർബാനയായിരുന്നു. അതുകൊണ്ട് നല്ല അസലായിട്ട് ആഘോഷിച്ച് കാണുമായിരിക്കും അല്ലേ? അതുകൊണ്ട് പറയണോ, കുറെ കാലമായിട്ടല്ലേ എന്റെ കസിൻസും ഫ്രണ്ട്സിനൊക്കെ കാണുന്നത്. ഞങ്ങൾ അടിച്ചു പൊളിച്ചു. നാട്ടിലും ഫ്രണ്ട്സ് ഉണ്ടോ? വാവ്. അവിടെയും ഫ്രണ്ട്സ് ഉണ്ട്, ഇവിടെയും ഫ്രണ്ട്സ് ഉണ്ട്. അപ്പോ എന്നായിരുന്നു തിരിച്ചെത്തിയത്? ഞങ്ങൾ കഴിഞ്ഞ ദിവസം എത്തിയതേ ഉള്ളൂ. നാട്ടിൽ ഓണം കൂടാതെ പോന്നു അല്ലേ? അതെ, അത് പിന്നെ സ്കൂളിന്റെ അറ്റൻഡൻസ് ഒക്കെ പോത്തില്ലേ, പിന്നെ ഇവിടെ ആഘോഷിക്കാമല്ലോ. ഓണത്തെ കുറിച്ച് പറയുമ്പോൾ ക്രിസ്റ്റീന് പെട്ടെന്ന് ഓർമ്മ വരുന്ന എന്താണ്? ഓണത്തിനെ കുറിച്ച് ആലോചിക്കുമ്പം ഈ പൂക്കളവും മാവേലി, തിരുവാതിരക്കളി, പിന്നെ ഓണസദ്യ ആണ്. ഓണസദ്യ എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു സംഭവം. ഓണസദ്യയിൽ ചേച്ചിക്ക് ഏറ്റവും ഇഷ്ടമുള്ള എന്താ? എനിക്ക് എല്ലാം ഇഷ്ടം, പക്ഷേ അവിയലും പായസമാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. ഓണത്തിന്റെ സമയമല്ലേ, ഒരു പാട്ട് പാടാൻ പറ്റുമോ? ഞാൻ അങ്ങനെ പാട്ടൊന്നും പാടാറില്ല, പക്ഷെ നിങ്ങൾ എനിക്കൊരു പാട്ട് വെച്ച് തരുമോ? ഒരു പ്രാവശ്യം കൂടെ നിർബന്ധിച്ചാൽ പാടുവോ? അത് വേണ്ട, നിങ്ങൾ എനിക്കൊരു പാട്ട് വെച്ചതാ. അങ്ങനെയാണെങ്കിൽ ഓക്കെ. ചേച്ചിക്ക് ഏത് പാട്ടാ വെക്കേണ്ടത്? ഞാൻ കുഞ്ഞിനാൾ പാടാവുന്ന ഒരു പാട്ടായിരുന്നു എല്ലാവർക്കും ഇഷ്ടമുള്ള ജാനകി അമ്മ പാടിയ തുമ്പിവാ തുമ്പക്കുടത്തിൻ. തീർച്ചയായിട്ടും വെക്കാലോ. അപ്പോ നമുക്ക് ആ പാട്ട് കേൾക്കാം അല്ലേ? തുമ്പക്കുടത്തിൻ
LMR ലണ്ടൻ മലയാളം റേഡിയോ. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. അനീച്ച എങ്ങനെയാ വീട്ടിൽ ഓണം ആഘോഷിക്കുന്നത്? അങ്ങനെ ചോദിച്ചാ ഓണത്തിന് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി വീട്ടിൽ വിളിച്ച് സദ്യ കൊടുക്കാറാണ് പതിവ്. ഈ വർഷം അങ്ങനെ തന്നെയാണ്. അപ്പോ അനീറ്റെ, ഈ സദ്യക്ക് എന്തൊക്കെയാണോ ഉണ്ടാക്കുക? പരിപ്പ്, സാമ്പാർ, അവിയൽ, തോരൻ, മോര്, രസം, എടിശ്ശേരി, പുളിശ്ശേരി, അങ്ങനെ 10-20 കൂട്ടം ഉണ്ടാവും. അനീച്ചയ്ക്ക് ഇതിൽ ഏതാണ് ഏറ്റവും ഇഷ്ടമുള്ളത്? എനിക്ക് ഇഷ്ടം പരിപ്പാണ്. പരിപ്പും പപ്പടവും നെയ്യും ചൂട് ചോറ് കൂട്ടി ഇളക്കി കഴിക്കുമ്പോ ആഹാ എന്തൊരു ടേസ്റ്റ്. സാരും സൂര്യൻ ഇങ്ങനെ കഴിച്ചിട്ടില്ലേ? ചോദിക്കാനുണ്ടോ? നമ്മൾ ഒന്നിച്ചല്ലേ സദ്യ കഴിക്കാറ്. എന്ത് രസം അല്ലേ? എന്നാലും എനിക്കിഷ്ടം പപ്പടവും പഴവും പായസം കൂട്ടി അങ്ങോട്ട് ഇളക്കി കഴിക്കുന്നതാണ്. ഓ, അതും ശരിയാട്ടോ. ഓണത്തിന് എന്ത് തരം ഉടുപ്പാണ് ഇടുന്നത്? ഓണത്തിന് കസവുള്ള പാവടയും ബ്ലൗസും തന്നെ ഇടണ്ടേ? അല്ലെങ്കിൽ എന്തോ ഒരു ഓണം. അമ്മ സെറ്റ് മുണ്ടും ഉടുക്കും, അച്ഛൻ കസവ് മുണ്ടും ഷർട്ടുമാണ് ഇടുന്നത്. ഒരു മിനിറ്റ്, കഴിഞ്ഞ വർഷം ഓണത്തിന് നിങ്ങൾ നാട്ടിലല്ലായിരുന്നോ? എങ്ങനെയായിരുന്നു നാട്ടിലെ ഓണം? ശരിയാ, കഴിഞ്ഞ വർഷം ഓണത്തിന് ഞങ്ങൾ നാട്ടിലായിരുന്നു. അവിടെ ഗംഭീരമായ സദ്യയും കളികളും ഒക്കെ ആയി അടിച്ചു പൊളിച്ചു. നാട്ടിലാവുമ്പോൾ പിന്നെ ഒരു ഗുണമുള്ളത് പൂക്കളം ഉണ്ടാക്കാൻ ഇഷ്ടം പോലെ പൂക്കൾ കിട്ടും. നമ്മുടെ അസോസിയേഷന്റെ ഓണമിങ് അടുത്തല്ലോ. എന്തൊക്കെ പരിപാടികളാണ് ഈ വർഷം അനീറ്റ് ചെയ്യുന്നത്? എന്റേതായി 2 ഡാൻസും കുറെ സ്പോർട്സ് ആക്ടിവിറ്റീസും ഉണ്ട്. ഓക്കെ, ക്രിസ്റ്റി നന്നായിട്ട് പാടുമല്ലോ. ക്രിസ്റ്റീനോ പാടിയില്ല, ക്രിസ്റ്റി ഒരു പാട്ട് പാടൂലേ? ഞങ്ങൾ മാത്രം അറിഞ്ഞാ പോരല്ലോ ക്രിസ്റ്റിയുടെ കഴിവുകൾ. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ, എന്നുള്ളിൽ പൂക്കാലം കളിയാടാമീ കിളിമരത്തനലോരം, കളിയാടാമീ കിളിമരത്തനലോരം. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ, എന്നുള്ളിൽ പൂക്കാലം. കണ്ണാം തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ, ഇന്നുള്ളിൽ പൂക്കാലം. മുത്തം വയ്ക്കാനെത്തുന്നുണ്ടീ കന്നെത്തി
ഹായ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ബിജു നാരായണൻ. ലണ്ടൻ മലയാളം റേഡിയോയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും എന്റെയും എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇതാ ലണ്ടൻ മലയാളം റേഡിയോയിൽ ഹിന്ദി ഗാനങ്ങൾ കോർത്തിണക്കിയ ഒരു പുതിയ ഗീതോപഹാരം മെഹഫിൽ. न जाने मेरे दिल को क्या हो गया, अभी तो यही था अभी खो गया. मंजिले रुसवा है, खोया है रास्ता. तेरे बिना बेसुआदी बेसुआदी रतिया ओ सजना. पर्दे पर चाहे गुजरे जमाने के हो या फिर हो नए जमाने के, आपके चहेते कलाकार, गायक, निर्देशक, संगीतकार, उन सभी पर आधारित होगा ये प्रोग्राम महफिल. तो फिर खूब सजेगी ये महफिल जब मिल बैठेंगे हम और आप इस गाने की महफिल में. ഹിന്ദി ചലച്ചിത്ര ലോകത്തെ അതുല്യ പ്രതിഭകളുടെ അനശ്വര കലാസൃഷ്ടികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടിയാണ് മെഹഫിൽ. ഈ മെഹഫിലിൽ നിങ്ങൾക്കൊപ്പം ചേരുന്നു ഞാൻ RJ അനു. എല്ലാ തിങ്കളാഴ്ചയും രാത്രി 9 മണി മുതൽ 10 മണി വരെ മെഹഫിൽ കേൾക്കാൻ മറക്കില്ലല്ലോ. അല്ല, ഇതാരും സതീഷോ? വാ ഇരിക്കും. അല്ലേ, ആ ടിവിയുടെ വോളിയം ഒന്ന് കുറയ്ക്കോ? എന്റെടാ. അല്ല, നാട്ടിലായിരുന്നപ്പോ ഈ സമയത്ത് എന്തൊക്കെയായിരുന്നു ഒരു ടൈം പാസ്? അതോ വൈകുന്നേരം ഒരു 4 മണിയാകുമ്പോ വടക്കയിലെ ചാക്കോ മാഷ് വരും. എവിടെ? നമ്മുടെ അന്തോണിയുടെ ചായക്കടയിൽ. പിന്നെ ദിനേശ് പിള്ള, ഹസൻ കോയ എന്ന് വേണ്ട ഒരു ബറ്റാലിയൻ ഉണ്ടാവും. എന്നിട്ട് എന്തുട്ട പരിപാടി? ആകാശത്തിന് താഴെയുള്ള സർവ്വകാര്യങ്ങളും ചായക്കൊപ്പം നിരത്തിവെക്കും. ഇതിലാരപ്പ കേമൻ? അങ്ങനൊന്നുമില്ല. ചാക്കോ മാഷിന് സ്കൂളിലെ കാര്യങ്ങളും മക്കളുടെ ഭാവി, ദിനേശ് പിള്ളയ്ക്ക് കൃഷി, ഹസൻ കോയയ്ക്ക് ഗൾഫിലുള്ള മക്കളുടെ വിശേഷങ്ങൾ. ഇതൊക്കെ കേട്ടിട്ട് ചായക്കടക്കാരൻ അന്തോണിക്കും പറയാനുണ്ടാകും ഒരു 100 കൂട്ടം കാര്യങ്ങൾ. ഒരു സംഭവം കേട്ടോ. ഇതൊക്കെ ഇനി ഇവിടെ UK പറഞ്ഞിട്ടെന്താ കാര്യം? നമുക്കതൊക്കെ ഇവിടെ ആകാന്നേ. അതെങ്ങനെയാടാ അന്തോണിയുടെ ചായക്കടവൊക്കെ എടുത്ത് ഇവിടെ കൊണ്ടുവയ്ക്കാൻ പറ്റുമോ? വേണ്ടെന്നേ. കോഫി വിത്ത് കാവ്യ എല്ലാ ദിവസവും വൈകുന്നേരം 4 മുതൽ 5 വരെ കോഫി വിത്ത് കാവ്യ. ഞാൻ നിങ്ങളുടെ സ്വന്തം അനൂപ് മേനൻ. ലണ്ടൻ മലയാളം റേഡിയോയുടെ എല്ലാ ശ്രോതാക്കൾക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. This program is sponsored by Soyam Properties, East Ham, London. ഇത്രയും നേരം നമ്മൾ UK-യിലെ കുട്ടികളുടെ ഓണവിശേഷങ്ങൾ കേട്ടു. ഇനി നമുക്ക് കേരളത്തിൽ നിന്നുമുള്ള ഓണവിശേഷങ്ങൾ കേട്ടാലോ? ഓണവിശേഷങ്ങളുമായി ഇടുക്കി ജില്ലയിലെ ചേറ്റുകുഴിയിൽ നിന്നും അഞ്ജലി സാബു ടെലിഫോൺ ലൈനിൽ നമ്മളോടൊപ്പം ചേരുന്നു. ഹലോ, ആരായിരുന്നു? ഹലോ, അഞ്ജലി അല്ലേ? അതേലോ, ആരായിരുന്നു? ഇത് ലണ്ടൻ മലയാളം റേഡിയോന്ന് സാരംഗിയും സൂര്യാണ് സംസാരിക്കുന്നത്. ഓക്കെ. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലോ. ഓണമൊക്കെ ആയില്ലേ? ഓണമൊക്കെ ആയി. നല്ല വിശേഷങ്ങൾ. അവിടെ എന്തൊക്കെയുണ്ട് വിശേഷം? ഇവിടെ നല്ല വിശേഷങ്ങൾ തന്നെ. ഞങ്ങൾ വിളിച്ചത് ഓണം പ്രമാണിച്ച് ലണ്ടൻ മലയാളം റേഡിയോയിൽ ഓണത്തുമ്പികൾ എന്നൊരു പ്രോഗ്രാം നടക്കുകയാണ്. ഇവിടെയുള്ള ഞങ്ങളുടെ ഓണവിശേഷങ്ങൾ ശ്രോതാക്കളോട് ഞങ്ങൾ പങ്കുവച്ചു കഴിഞ്ഞു. ഇനി ഓണത്തിന്റെ പുരാണം ഉറങ്ങുന്ന നമ്മുടെ കേരളത്തിൽ എങ്ങനെയാണ് ഓണം ആഘോഷിക്കുന്നത് എന്നറിഞ്ഞാൽ കൊള്ളാം. ഒന്ന് വിശദമാക്കാമോ? അതിനെന്താ, പറയാലോ. ഓണത്തെ കുറിച്ച് പറയാനാണെങ്കിൽ ഇഷ്ടം പോലെയല്ലേ ഉള്ളത്. ഓണം നമ്മുടെ കേരളീയരുടെ ദേശീയ ഉത്സവമല്ലേ? അല്ലെങ്കിൽ
ഞങ്ങൾക്ക് ഓണം ഒരു കഥയായി പറയാമോ? പണ്ട് കേരളം ഭരിച്ചിരുന്ന മഹാബലി ചക്രവർത്തിയുടെ മുമ്പിൽ മുനിശ്രേഷ്ഠൻ 3 അടി ഭൂമി യാചിച്ചു വന്നപ്പോൾ കള്ളത്തരങ്ങൾ ഒന്നുമില്ലായിരുന്ന മഹാബലി തമ്പുരാൻ 3 അടി ഭൂമി അളന്ന് എടുത്തുകൊള്ളുവാൻ പറഞ്ഞപ്പോൾ ഒരു മാത്രയിൽ തന്നെ മുനിശ്രേഷ്ഠൻ വലിയ വാമനനായി അവതരിച്ച് ആകാശവും ഭൂമിയും 2 അടി അളന്നപ്പോൾ 3-ാമത് അടി ഭൂമി എവിടെയെന്ന് ചോദിച്ചു. 3-ാമത് അടി ഭൂമിയായി തന്റെ ശിരസ് കാട്ടിക്കൊടുത്തു. അന്ന് വാമനനുമായി ഉണ്ടാക്കിയ കരാറിലാണ് തിരുവോണ നാളിൽ തന്റെ പ്രജകളെ കാണുവാൻ മഹാബലി തമ്പുരാൻ എഴുന്നള്ളുന്നത്. 3 അടി മണ്ണായി തന്റെ ശിരസ് കാട്ടിക്കൊടുത്തപ്പോൾ ക്രൂരനായ വാമനൻ നാടുവാണിരുന്ന മഹാബലി തമ്പുരാനെ പാതാളത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തി. പാതാളത്തിൽ നിന്നും തന്റെ പ്രജകളെ കാണുവാൻ വരുന്ന ദിവസം ഓണമായി കൊണ്ടായിരുന്നു. ഇതാണ് ഓണത്തിൽ നിന്നുള്ള ഒരു ഐതിഹ്യം. Wow, that's amazing. You narrated it so well. Oh, thank you. അതിരിക്കട്ടെ, ചേച്ചിയുടെ വീട്ടിൽ എങ്ങനെയാ ഓണം ആഘോഷിക്കുന്നത്? ഓണം എന്ന് പറയുന്നത് സാധാരണ 8 മുതൽ 10 ദിവസമാണ് നമ്മൾ ഓണം ആഘോഷിക്കുന്നത്. ഇവിടെ ഞങ്ങള് അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് പുത്തൻ ഉടുപ്പൊക്കെ ഇട്ട് കുറിയൊക്കെ തൊട്ട് പൂക്കൂടകളുമായി വീടിന്റെ മുറ്റത്തേക്ക് ഇറങ്ങിച്ചെല്ലും. അവിടെ അത്തപ്പൂക്കളെ ഇടും. പിന്നെ അത്തപ്പൂക്കളെ ഇടുന്നതിൽ ഒരു രീതിയുണ്ട് കേട്ടോ. അതെന്താ? അതെന്തെന്ന് വെച്ചാൽ ഓരോ ദിവസവും അതായത് ആദ്യം അത്തമല്ലേ തുടങ്ങുന്നത്. അത്തം തുടങ്ങുന്ന ദിവസത്തിൽ ഒറ്റ റൗണ്ടിൽ മാത്രമേ നമ്മൾ പൂക്കൾ ഇടുകയുള്ളൂ. അങ്ങനെ 2-ാം ദിവസം വരുമ്പോൾ അടുത്ത 2 കളങ്ങളാവും. 3-ാം ദിവസം വരുമ്പോൾ 3-ാമത്തെ കളങ്ങളും ആവും. അങ്ങനെ 4ഉം 5ഉം 6ഉം 7ഉം ഒക്കെ ആയി 10-ാം ദിവസം വരുമ്പോൾ 10 കളങ്ങൾ നിറഞ്ഞ ഒരു പൂക്കളുമായുള്ള അത്തപ്പൂക്കളമാണ് നമ്മുടെ വീടിന്റെ മുറ്റത്ത് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അങ്ങനെയാണോ ആഘോഷിക്കുന്നത്? Hey guys, Anita, Christine, Chrissy, you are listening, right? നമ്മളെങ്ങനെ ഓണം ആഘോഷിക്കുന്നത്? നാട്ടിൽ എങ്ങനെയാ ഓണം ആഘോഷിക്കുന്നത്? ഞങ്ങൾ ഇവിടെ അങ്ങനെയാണ് ആഘോഷിക്കുന്നത്. ഇവിടെ എല്ലാ മലയാളികളും അങ്ങനെ തന്നെയാണ് ആഘോഷിക്കുന്നത് എന്നാണ് എന്റെ വിശ്വാസം. ഞങ്ങൾക്ക് ഇവിടെ ആവശ്യത്തിന് പൂക്കൾ കിട്ടാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആണല്ലേ? ആ കാര്യത്തിലൊക്കെ ഇവരെന്ത് ലക്കിയാ അല്ലേ നീറ്റ? അതെ, എന്ത് ഭാഗ്യന്മാരാ. ഓഹോ, അപ്പോൾ അവിടെ എങ്ങനെയാ ഓണം ആഘോഷിക്കുന്നത്? എല്ലാരും പുതിയ ഓണക്കോടികളൊക്കെ എടുത്തു. കുട്ടികളൊക്കെ ഭയങ്കര സന്തോഷത്തിലാണ്. കുട്ടികളും മുതിർന്നവരും ഒക്കെ ഒരുമിച്ച് എല്ലാരും ഒത്തുകൂടുന്ന ഒരു ഉത്സവമല്ലേ ഓണം. അപ്പം പൊതുവെ തന്നെ എല്ലാവർക്കും ഭയങ്കര ആഘോഷമായാണ് ഓണം ആഘോഷിക്കുന്നത്. എല്ലാവർക്കും പൊതുവെ സന്തോഷമാണ്. എല്ലാരും സന്തോഷമായിട്ടിരിക്കുന്നു. പിന്നെ ഓണത്തിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അതെന്താണെന്നറിയോ? അതെന്താ ഞങ്ങൾ ഓർക്കാത്ത ഒരു പ്രത്യേകത? ഓണസദ്യ ഓണത്തിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. പഴമക്കാർ പണ്ടൊരു പഴഞ്ചൊല്ല് പറയാറുണ്ട്. എന്താണെന്നറിയാമോ അത്? ഇല്ലല്ലോ, ഒന്ന് പറയാമോ? കാനം വിറ്റും ഓണം ഉണ്ണണം എന്നാണ്. അപ്പോൾ ആ ഒരു പഴഞ്ചൊല്ലിൽ തന്നെ നമ്മുടെ ഓണത്തിന് ആ ഓണസദ്യയുടെ നിറവ് എത്രമാത്രമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ലേ? ഇത്രയും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാവോ? അത് എത്ര ദാരിദ്ര്യമാണെങ്കിലും എത്ര ഇതാണെന്ന് പറഞ്ഞാലും ഓണം എന്ന് പറയുന്നത് എല്ലാരും സെലിബ്രേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ആർഭാടമായി ട്യൂഷനിലേക്ക് ഇട്ട് വാഴയിലേക്ക് അത് നല്ലൊരു രീതിയിലിരുന്ന് എല്ലാ വീട്ടുകാരും ഒത്ത് നല്ലൊരു രീതിയിൽ തന്നെ ഓണം ആഘോഷിക്കണം. അത് ഓണത്തിന്റെ ഒരു പ്രത്യേകതയാണ്. കാരണം ഓണം എന്ന് പറയുന്നത് ദേശീയ ഉത്സവമാണ്. എല്ലാ മലയാളികളും അതുപോലെ തന്നെ ആഘോഷിക്കേണ്ടതും വരവേൽക്കേണ്ടതുമായ ഒരു ഉത്സവം തന്നെയല്ലേ ഓണം. അപ്പൊ എത്ര പാവപ്പെട്ടവരായാലും എത്ര എങ്ങനെയുള്ളവരായെന്ന് പറഞ്ഞാലും ഓണത്തിന് അത്ര മനോഹരമായി തന്നെ ആഘോഷിക്കണം. അതാണ് അതിന്റെ മീനിങ് എന്ന് പറയുന്നത്. അങ്ങനെയുമുണ്ടോ? എന്ത് വിറ്റ് പെറുകിയിട്ടാണെങ്കിലും ഓണം എന്ന് പറയുന്നത് അത്ര മനോഹരമായി തന്നെ ആഘോഷിക്കേണ്ട ഒരു ഉത്സവം തന്നെയാണ്. അതുകൊണ്ട് തന്നെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ തന്നെയും എങ്ങനെയെങ്കിലും പൈസ ഉണ്ടാക്കി അല്ലെങ്കിൽ പണം ഉണ്ടാക്കി നമ്മൾ ഓണം ആഘോഷിക്കണം. എന്നിട്ട് ഓണത്തിന് അവിടെ എന്തൊക്കെയായി? ഇവിടെ ഓണസദ്യ ഉണ്ട്. കുടുംബക്കാരെല്ലാരും കൂടും. ഞങ്ങൾ ഇവിടെ ഉത്രാടത്തിനാണ് ഓണം ആഘോഷിക്കാറുള്ളത്. സാധാരണ തിരുവോണം ഞങ്ങള് അത്ര ഇതായിട്ട് എടുക്കില്ല. ഞങ്ങളുടെ ഇവിടെ എന്ന് പറയുന്നത് ഉത്രാടത്തിന്റെ അന്നാണ് ഓണം ആഘോഷിക്കുന്നത്. അതെന്താ അങ്ങനെ? അതെന്താന്ന് വെച്ചാല് എന്റെ വല്യച്ഛന്റെ ഓർമ്മ ദിവസമാണ് ഉത്രാടം. അപ്പം ഉത്രാടത്തിനാണ് ഞങ്ങൾ എല്ലാ കുടുംബക്കാരും ഞങ്ങൾ ഒത്തൊരുമിച്ച് കൂടുന്നത് ഉത്രാടത്തിനാണ്. അതുകൊണ്ടാണ് ഞങ്ങളെ ഓണം ഉത്രാടത്തിന് ഞങ്ങൾ ആഘോഷിക്കുന്നത്. ആഹാ, അങ്ങനെയാണോ? അപ്പൊ ഭയങ്കര രസമായിരിക്കും അല്ലേ എല്ലാരും കൂടെ? ഭയങ്കര രസമാണ്. കുട്ടികളെല്ലാം വരും, അച്ഛന്മാര് വരും, പപ്പിമാര് വരും, ചെറിയച്ഛന്മാര് വരും, ആന്റിമാര് വരും. എല്ലാരുമായിട്ട് ഭയങ്കര അടിച്ചു പൊളിച്ചൊരു ഓണമാണ് എല്ലാ വർഷവും ആവുന്നത്. ഓണസദ്യ എന്ന് പറയുന്നത് തന്നെ അന്നത്തെ ദിവസം പറയുന്നത് ഭയങ്കര ഹാപ്പിനെസ് ഡേ ആണ്. മറക്കാൻ പറ്റാത്ത ഒരു ദിവസമാണ്. ഓണത്തിന് എന്തുമാത്രം കറികൾ കാണും? ഓണസദ്യ ഒക്കെ ആയിട്ട്
ഉപ്പ് മുതൽ കർപ്പൂരം വരെയുള്ള സംഭവങ്ങൾ ഞങ്ങളുടെ ഇലയിൽ കാണും. എന്തൊക്കെയാണെന്ന് പറയാമോ? ഓക്കെ, ഞങ്ങൾ ഇവിടെ 21 കറികൾ കൂട്ടിയാണ് അന്നത്തെ ഓണസദ്യ ഉണ്ണാറ്. ഞങ്ങള് അവിയൽ ഉണ്ടാക്കും, തോരൻ ഉണ്ടാക്കും, മെഴുക്കുവരട്ടി ഉണ്ടാക്കും, കാളൻ ഉണ്ടാക്കും, അച്ചാർ ഉണ്ടാക്കും, പുളിശ്ശേരി ഉണ്ടാക്കും, സാമ്പാർ ഉണ്ടാക്കും, ഉപ്പേരി ഉണ്ടാക്കും, ചക്കവറുത്തൽ ഉണ്ടാക്കും, ശർക്കരവരട്ടി ഉണ്ടാക്കും. അങ്ങനെ നീണ്ട നിര തന്നെയാണ് ഞങ്ങളുടെ ഒരു ഓണസദ്യ എന്ന് പറയുന്നത്. പക്ഷെ ചേച്ചി, ഓണസദ്യയിലെ ഒരു ഇമ്പോർട്ടന്റ് ഐറ്റം മറന്നു. ഉപ്പേരിയാണോ? അല്ലല്ലോ, ഉപ്പ്. പായസം ഏറ്റവും പ്രധാനം. പായസം ഉണ്ട്, വിട്ടുപോയതാട്ടോ. അത് സാരമില്ല. എന്ത് പായസം? അടപ്രഥമനാണ് പായസം. പിന്നെ ചില കറികളൊക്കെ തലേദിവസം തന്നെ റെഡിയാക്കാറുണ്ട്. അപ്പൊ കുടുംബക്കാരെല്ലാരും തലേദിവസം തന്നെ ഇവിടെ കൂടും. അപ്പോൾ അവരെല്ലാം ഹെൽപ്പ് ചെയ്യാറുണ്ട്. അങ്ങനെ കുറച്ച് കറികളൊക്കെ തലേദിവസം തന്നെ റെഡിയാക്കി വെക്കൂലേ? അത് കൊള്ളാലോ. തലേദിവസം തന്നെ എല്ലാ കറികളും, മിക്ക കറികളും ഇവിടെ റെഡിയാണ്. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വാഴയിലയിൽ കാണുന്ന ഒരു സംഭവമാണ് ഉപ്പേരി, ചക്കവറുത്തൽ, ശർക്കര വരട്ടി. ഇവയെല്ലാം തലേദിവസം തന്നെ എല്ലാം റെഡിയാക്കും. പിന്നെ ഇഞ്ചിത്തീയല്, ഉള്ളിത്തീയല്, സാമ്പാറ്, പുളിശ്ശേരി, അച്ചാറ്, ഇവയൊക്കെ തലേദിവസം തന്നെ റെഡിയാക്കണതാണ്. പിന്നെ കളിയടയ്ക്ക, അതൊരു ഇമ്പോർട്ടന്റ് ആണ്. കുട്ടികളുടെ ഒക്കെ ഒരു ഫേവറേറ്റ് ഐറ്റം ആണത്. അതില്ലാതെ ഒരു ഓണം ഇവിടെ ഇല്ല. നമുക്കും അങ്ങനെ ഇവിടെ ഒരു ഓണം വേണോ അല്ലേ? ഞങ്ങൾക്ക് ഇവിടെ വെറൈറ്റി ഒരു ഓണം കൂടെ ഉണ്ട്. അതായത് കുട്ടികളുടെ ഓണം. അത് അറിയപ്പെടുന്നതെന്ന് പറയുന്നത് പിള്ളാരോണം എന്നാണ്. അങ്ങനെയാണല്ലേ? അങ്ങനെ ഇവിടെ ഉണ്ട്. ഇവിടെ എല്ലാരും സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. കുട്ടികളുള്ള എല്ലാ വീടുകളിലും കുട്ടികൾ 13 വയസ്സ് താഴെയുള്ള എല്ലാ കുട്ടികളെയും അതിനകത്ത് ഉൾപ്പെടുത്തുന്നതാണ്. ഊഞ്ഞാലൊക്കെ കെട്ടുമായിരിക്കും അല്ലേ? അത് ഇവിടെ എല്ലാരും സെലിബ്രേറ്റ് ചെയ്യുന്നതാണ്. ഞങ്ങളെ ഇവിടെ പിള്ളാരോണം എന്നാണ് ആ ഓണത്തിന് അറിയപ്പെടുന്നത്. എല്ലാ കുട്ടികളും ആ ഓണത്തിനകത്ത് പങ്കെടുക്കും. അവിടെ അന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്ന് പറയുന്നത് വീടിന്റെ ഉമ്മറത്തൊക്കെ ഊഞ്ഞാലൊക്കെ കെട്ടി കുട്ടികളെല്ലാം ഇവിടെ ആട്ടുമൊക്കെ ചെയ്യും. അങ്ങനെ ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. അതും മെമ്മറബിൾ ഡേ ആണത്. സദ്യ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാ? ഓണസദ്യ ഉണ്ട് കഴിഞ്ഞിട്ട് കുറച്ച് കളികളൊക്കെ ഉണ്ട്. അത് തിരുവാതിര കളി ഇമ്പോർട്ടന്റ് ആണ്. വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് കളിയാണ് തിരുവാതിര കളി എന്ന് പറയുന്നത്. അത് എല്ലാ സ്ത്രീകളും പെൺകുട്ടികളും എല്ലാരും കളിക്കുന്ന ഒരു കളിയാണ്. സെറ്റും മുണ്ടൊക്കെ ഉടുത്ത് തലയിൽ മുല്ലപ്പൂ ഒക്കെ ചൂടി ഭയങ്കര ഒരു എൻജോയ്മെന്റ് നൽകുന്ന ഒരു കളിയാണ് തിരുവാതിര കളി. അതിവിടെ കളിക്കാറുണ്ട്. അതെ അല്ലേ? ഇവിടെ അടുത്തുള്ള ഒരു വായനശാലയില് ഓണത്തിനോടനുബന്ധിച്ച് ഓണപ്പരിപാടികൾ വെക്കാറുണ്ട്. അപ്പോൾ അവിടെ പരിപാടികളൊക്കെ നടത്തുക എന്ന് പറയുന്നത് റൊട്ടിക്കടി എന്നൊക്കെ പറയുന്ന റൊട്ടിക്കടി, പിന്നെ കലം തല്ലി പൊട്ടിക്കൽ, തവളച്ചാട്ടം, വടംവലി എന്ന് പറയുന്നത് ഇവിടെ ഉള്ളവർക്ക് എല്ലാം ഭയങ്കര ജീവനാണ്. വടംവലി എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും എവിടെ നിന്നൊക്കെയാണോ വരുന്നതെന്ന് പോലും നമുക്കറിയില്ല. അതുപോലെ ഭയങ്കര ഹാപ്പിനെസ് ആയിട്ടുള്ള ഡേയ്സ് ആണ് അതൊക്കെ. വടംവലി, തവളച്ചാട്ടം. പിന്നെ ഇവിടെ ഉള്ളത് പിന്നെ മുളകേറ്റവും മറ്റേ തലേനാടി ഉണ്ട്. അതും ഒരു ഇമ്പോർട്ടന്റ് കളിയാണ് ഇതിനകത്ത്. അതില്ലാത്ത ഒരു ഓണക്കളികളും ഇവിടെ. എന്തൊക്കെയാ കളി? അങ്ങനെയുള്ള കളിയൊക്കെ ഉണ്ടോ അവിടെ? ഇവിടെയുമുണ്ട് കളികളൊക്കെ. ഇവിടെ ഇടുക്കി ജില്ലാ സംഗമം ഓൾ UK വടംവലി നടത്തുന്നുണ്ട്. അതിന് വലിയ ക്യാഷ് പ്രൈസും മെഡലും ട്രോഫിയും ഒക്കെ ഉണ്ട്. ഇവിടെയും ക്യാഷ് പ്രൈസും ട്രോഫീസും ഒക്കെ വിതരണം ചെയ്യുന്നുണ്ട് കേട്ടോ. ഓണസമ്മാനക ഫസ്റ്റ് പ്രൈസ്. പിന്നെ ഓണപ്പാട്ടുകള്, നാടൻ പാട്ടുകളൊക്കെ അവതരിപ്പിക്കാറുള്ള സമയമാണ്. മത്സരത്തിൽ അതൊക്കെ അവതരിപ്പിക്കാറുണ്ട്. കളിക്ക് പ്രൈസസ് ഉണ്ട്. അങ്ങനെ എല്ലാ കളിക്കും ഓരോ പ്രൈസും ഉണ്ട്, ട്രോഫീസ് ഉണ്ട്, ക്യാഷ് അവാർഡ്സ് ഉണ്ട്. ഈ ഓണത്തിന് ഏത് സിനിമയാണ്? ഓണ സെലിബ്രേഷൻ ഒക്കെ കഴിയുമ്പോൾ ഞങ്ങൾ എല്ലാവരും കുടുംബസമേതം സിനിമയ്ക്കൊക്കെ പോവാറുണ്ട്. എപ്പോ അവിടെ നിങ്ങൾക്ക് അവധിയാണോ? ഇല്ല, ഇപ്പോൾ സ്കൂളൊന്നും ഇല്ല. ഓണത്തിനോടനുബന്ധിച്ചുള്ള ഹോളിഡേസ് ആണ് ഞങ്ങൾക്ക്. 10 ദിവസം ഉണ്ട്. അടിച്ചു പൊളിക്കാനുള്ള അവസരങ്ങളാണ് അതൊക്കെ. എക്സാം ഒക്കെ കഴിഞ്ഞ് റിലീഫൊക്കെ ആയിട്ട് അടിച്ചു പൊളിക്കാനുള്ള 10 ദിവസമാണ് മുന്നില്. ഞങ്ങളുടെ സ്കൂളിൽ ഓണ സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ അത്തപ്പൂക്കളമൊക്കെ ഇട്ടു, ചാക്കിലോട്ട മത്സരം നടന്നു, വടംവലി മത്സരം നടന്നു, ഓണപ്പാട്ട് മത്സരം നടന്നു. ഓണപ്പാട്ടിന് ഞങ്ങൾക്കാട്ടോ ഫസ്റ്റ്. ഇത് കേൾക്കുമ്പോ ഞങ്ങൾക്ക് കുറച്ച് അസൂയ തോന്നുന്നു. 10 ദിവസത്തിന്റെ അവധിയോ? ഞങ്ങൾക്ക് ഇങ്ങനെയൊന്നും കിട്ടത്തില്ല സ്കൂളിന്. ഓക്കെ, എല്ലാമാരുടെ ലിസണേഴ്സിന് വേണ്ടി ഒരു പാട്ട് പാടിത്തരുവോ? നാടൻ പാട്ട് മതിയോ? ഓണത്തിന് ഒരു നാടൻ പാട്ട്, അതൊരു നല്ല ചോയ്സ് ആണല്ലോ. ഒന്നാം മണിക്കിണറ്റിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയെ, വളയും കളഞ്ഞിട്ടും പെണ്ണവിടെ നിന്നും പേസുന്നേ, പേസാതെ നില്ലടി പെണ്ണെ കനക പൊൻവള ഞാൻ തരാം,
കനക പൊൻവള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ. മുത്ത് മുത്ത് പൊന്നോല മൂത്രം പതികേറ്റ് പൊന്നോല പാണ്ടിമംഗളം പൊന്നോല പടജയിച്ചു വന്നതും പൊന്നോല. കൊല്ലത്തിരാജാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളോ. രണ്ടാം മണിക്കിടത്തിൽ വളകളഞ്ഞെ പെണ്ണുമാലതിയെ വളയും കളഞ്ഞിട്ടും പെണ്ണവിടെ നിന്നും പേസുന്നേ. പേസാതെ നില്ലടി പെണ്ണെ കനക പൊൻവള ഞാൻ തരാം. കനക പൊൻവള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ. മുത്ത് മുത്ത് പൊന്നോല മൂരം പട്ടികേറ്റ് പൊന്നോല പാണ്ടിമംഗലം പൊന്നോല പടജയിച്ചു വന്നതും പൊന്നോല. കൊല്ലത്തിരാജാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളോ. വാവ്, കൺഗ്രാറ്റുലേഷൻസ്. താങ്ക് യു. വളരെ നല്ലൊരു പാട്ടായിരുന്നു. ഇത്രയും മനോഹരമായ ഒരു നാടൻ പാട്ട് പാടിത്തന്ന നമ്മുടെ അഞ്ജലിക്ക് ഒരു വലിയ കൈയടി കൊടുക്കാം. താങ്ക് യു. അപ്പോൾ ഇത്രയും നേരം നമ്മളോട് കേരളത്തിലെ ഓണത്തിന്റെ വിശേഷങ്ങൾ പങ്കുവച്ച അഞ്ജലിക്ക് LMRന്റെ എല്ലാവിധ ഓണാശംസകളും നേരുന്നു. ഹാപ്പി ഓണം. Thank you so much Anjali for joining us today. Okay, bye. ആസ്വദിക്കൂ, ആഘോഷിക്കൂ with London Malayalam Radio. കുറെ വിശേഷങ്ങളായി, ഇനിയൊരു പാട്ട് കേൾക്കാം അല്ലേ? Stay tuned with London Malayalam Radio. ഒന്നാം മണിക്കിണറ്റിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയേ. ഒന്നാം മണിക്കിണറ്റിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയേ. വളയും കളഞ്ഞേച്ചും പെണ്ണവിടെ നിന്നും പേശുന്നേ. പേശാതെ നില്ലടി പെണ്ണെ കനക പൊൻവള ഞാൻ തരാം. കനക പൊൻവള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ. കനക പൊൻവള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ. മുത്തും മുത്തും പൊന്നോല മൂളം വഴിയെങ്കിൽ പൊന്നോല പാണ്ടിമന്തളം പൊന്നോല വട ജയിച്ചു വന്നത് പൊന്നോല. കൊല്ലത്തരാജാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളും. കൊല്ലത്തരാജാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളും. രണ്ടാം മണിക്കിണക്കിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയേ. വളയും കളഞ്ഞേച്ചും പെണ്ണവിടെ നിന്നും പേശുന്നേ. പേശാതെ നില്ലടി പെണ്ണെ കനക പൊൻവള ഞാൻ തരാം. കനക പൊൻവള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ. കനക പൊൻവള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ. മുത്തുമുത്തും പൊന്നോല മൂളം വഴിയെങ്കിൽ പൊന്നോല പാണ്ടിമന്തവും പൊന്നോല വട ജയിച്ചു വന്നത് പൊന്നോല. കൊല്ലത്തരാജാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളും. കൊല്ലത്തരാജാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളും. മൂന്നാം മണിക്കിണറ്റിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയേ. വളയും കളഞ്ഞേച്ചും പെണ്ണവിടെ നിന്നും പേശുന്നേ. പേശാതെ നില്ലടി പെണ്ണെ കനക പൊൻവള ഞാൻ തരാം. പേശാതെ നില്ലടി പെണ്ണെ കനക പൊൻവള ഞാൻ തരാം. കനക പൊൻവള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ. കനക
കനകപ്പൊൻ വള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ മുത്തുമുത്തും പൊന്നോല മൂളം പടിയഞ്ചും പൊന്നോല അണ്ടിമന്ദളം പൊന്നോല വള ജയിച്ചു വന്നത് പൊന്നോല കൊല്ലത്തറ ചാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളും കൊല്ലത്തറ ചാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളും നാലാമണിക്കിണറ്റിൽ വളകളഞ്ഞേ പെണ്ണുമാലതിയേ വളയും കളഞ്ഞ് ചുങ്കവിടെ നിന്നും പേശുന്നേ പേശാതെ നില്ലടി പെണ്ണേ കനകപ്പൊൻ വള ഞാൻ തരാം കനകപ്പൊൻ വള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ കനകപ്പൊൻ വള കയ്യേലിട്ടു കളിച്ചാട്ടെ കളി കാണട്ടെ മുത്തും മുത്തും പൊന്നോല മൂളും പടിയഞ്ചും പൊന്നോല പാണ്ടിമന്ദളം പൊന്നോല വട ജയിച്ചു വന്നത് പൊന്നോല കൊല്ലത്തറ ചാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളും 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 കൊല്ലത്തറ ചാവേറി വന്നൊരു ചെല്ലക്കുതിരയും പട്ടാളും. ഇത്രയും നേരം ഈ തുമ്പികളുടെ കഥകളും വിശേഷങ്ങളും കേട്ടിരുന്ന LMRന്റെ എല്ലാ ശ്രോതാക്കൾക്കും ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ തിരുവോണ ആശംസകൾ. This is Sarangi and Surya signing off. ആസ്വദിക്കൂ, ആഘോഷിക്കൂ. ലണ്ടൻ മലയാളം റേഡിയോ. പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളിയേ കൈവളകാതില ചാർത്തിയില്ലേ കോടിയുടുത്തിയിലേ കാവിനുള്ളിൽ വിളക്കു കൊളുത്തും കാവളം കിളിയേ കൈവളകാതില ചാർത്തിയില്ലേ കോടിയുടുത്തിയിലേ കൊയ്ത്തു കഴിഞ്ഞൊരു പാടത്തുള്ളൊരു കതിരു പെറുക്കിലേ കൊച്ചോലക്കുടിലിൻ മുന്നിൽ കളം മെനഞ്ഞിലേ പൂക്കളം മെനഞ്ഞിലേ പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറെ പൂപ്പാടം അഴകിൻ പാൽക്കടലായി
കണ്ടം നടുവാൻ ഞാറ്റടി കെട്ടിയിലേ പൊന്നാറ്റടി കെട്ടിയിലേ പറനിറയെ പൊന്നളക്കും പൗർണമിരാവായി പടിഞ്ഞാറേ പൂപ്പാടം അഴകിൻ പാൽക്കടലായി